ഹലോ ഗൈസ്, ഇപ്പോൾ ക്രിസ്മസ് ഒക്കെ അല്ലേ വരാൻ പോണത്. അപ്പോൾ നമ്മൾ സ്കൂളിലൊക്കെ കണ്ടുവരുന്നൊരു സംഭവമല്ലേ ഈ ക്രിസ്മസ് ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കൽ. സോ ആ ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ട് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഹാൻഡ് മെയ്ഡ് ആയിട്ട് വീട്ടിൽ തന്നെ ഒരു ഗിഫ്റ്റ് നമ്മൾ ഉണ്ടാക്കി കൊടുത്താലോ. സോ അതിനായിട്ട് ആദ്യം ഞാനൊരു കേക്കിൻ്റെ ബോക്സ് എടുത്തിട്ട് അതിൻ്റെ മേലത്തെ പോർഷനൊക്കെ കട്ട് ചെയ്തിട്ട് ഒരു ഓപ്പൺ ചെയ്യണ പോലത്തെ ബോക്സ് ആക്കി സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ആ സൈഡത്തെ ഭാഗമൊക്കെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ്, ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ മേലൊരു ബ്ലാക്ക് ചാർട്ട് യൂസ് ചെയ്തിട്ട് കവർ ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഈ ബോക്സ് വെച്ചിട്ട് എനിക്ക് വേറെ ആവശ്യമുള്ളത് കൊണ്ടാണ് ഞാൻ ബ്ലാക്ക് യൂസ് ചെയ്യണത്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ചാർട്ട് ഏതാണോ അത് യൂസ് ചെയ്തിട്ട് കവർ ചെയ്യാം. ആൻഡ് ഇതിൽ ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും ക്രിസ്മസ് വൈബിലാണ് ഞാൻ ചെയ്യണത്, ഈ ബോക്സ് ഒഴികെ. സോ നിങ്ങളുടെ കയ്യിലുള്ള കളേഴ്സ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ബോക്സ് പ്ലെയിന് പോലെ തോന്നിയത് കൊണ്ട് ഞാനൊരു ബോ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ബോ ഉണ്ടാക്കുന്നതൊക്കെ സ്പീഡ് മോഷനിലാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. സോ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാം. അടുത്തത് നമ്മളൊരു സീക്രട്ട് ഗ്രീറ്റിംഗ് കാർഡാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് 2 കളർ പേപ്പർ എടുക്കുന്നുണ്ട്. ഒന്നിൻ്റെ മിഡിൽ പോർഷൻ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. ആൻഡ് 3 സൈഡ് നമ്മൾ ഗമ്മ് ചെയ്ത് സ്റ്റിക്ക് ചെയ്യുന്നുണ്ട്. ആൻഡ് ഗമ്മ് തേക്കാത്ത ആ സൈഡിലൂടെ ഒരു പീസ് ഓഫ് പേപ്പർ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് വെക്കുന്നുണ്ട്. ആൻഡ് നമ്മളൊരു 2 പിക്ചർ ഇതിലൂടെ സെറ്റ് ചെയ്യുന്നുണ്ട്. ഒരു സ്നോമാനെയും പിന്നെ ഒരു സ്റ്റിക്കും. ഇത് പേസ്റ്റ് ചെയ്യുമ്പോൾ സ്റ്റിക്ക് നമ്മൾ മറ്റേ കളർ പേപ്പറിൻ്റെ മേലെയും സ്നോമാൻ നമ്മൾ ആ പീസ് ഓഫ് പേപ്പറിൻ്റെ മേലെയാണ് സ്റ്റിക്ക് ചെയ്യണത്. അപ്പോഴാണ് നമുക്കിങ്ങനെ വലിക്കുമ്പോൾ കറക്റ്റായി കിട്ടുള്ളൂ. അടുത്തത് നമ്മളൊരു സിമ്പിൾ ഗിഫ്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഒരു കട്ടിലെ കാർഡ് എടുത്തിട്ട് അതിൻ്റെ മേലെ ഹേർട്ട് വരച്ചു കൊടുക്കുന്നുണ്ട്. ആൻഡ് ആ ഹേർട്ടിൻ്റെ ചുറ്റും നമ്മൾ ചെറിയ ചെറിയ ഹോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആൻഡ് ആ ഹോൾസിൻ്റെ ഉള്ളിലൂടെ നമ്മൾ വൂളൻ ത്രെഡ് യൂസ് ചെയ്തിട്ട് വീഡിയോ കാണുന്ന പോലെ ചെയ്യുന്നുണ്ട്. ആൻഡ് ഇതിൻ്റെ ബാക്ക് സൈഡ് നോക്കിയാൽ ഫുൾ നൂലിങ്ങനെ വന്നിട്ടുണ്ടാകും. സോ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാൻ അതിൻ്റെ മേലെ ടാപ്പ് യൂസ് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്യാം. ആൻഡ് അതൊക്കെ കവർ ചെയ്യാൻ ഒരു റെഡ് കളർ പേപ്പർ യൂസ് ചെയ്തിട്ട് നമ്മൾ കവർ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അടുത്ത് നമ്മളൊരു വാൾ പോസ്റ്ററാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിൽ ഞാൻ 6 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷേ ഒരെണ്ണത്തിന് മാത്രമേ ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ആദ്യം നമ്മളൊരു A4 ഷീറ്റ് എടുത്തിട്ട് പഞ്ച് സ്റ്റാമ്പ് യൂസ് ചെയ്തിട്ട് ഇതുപോലെ ചെയ്യുന്നുണ്ട് കേട്ടോ. ആൻഡ് നമ്മളൊരു ക്രിസ്മസ് തീമിലാണ് മൊത്തം ചെയ്യുന്നത് കൊണ്ട് ഇതിൻ്റെ ബാക്ക് സൈഡ് ഒട്ടിക്കാനായിട്ട് ഞാനൊരു ക്ലീൻ കളർ പേപ്പർ കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഇത് നമ്മളൊരു നോർമൽ ഗ്രീറ്റിംഗ് കാർഡാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ടൊരു ഗ്രീൻ കളർ പേപ്പർ എടുത്തിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇതിൻ്റെ ഉള്ളിൽ നമ്മളൊരു പീസ് ഓഫ് A4 ഷീറ്റ് എടുത്തിട്ട് ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് ഡെക്കറേഷൻസ് പരിപാടികളാണ്. അതിനായിട്ട് ഇതിൻ്റെ ഫ്രണ്ട് പോർഷനിൽ നമ്മൾ സർക്കിൾ ഷേപ്പിൽ ഗമ്മ് തേച്ചിട്ടുണ്ട്. ആൻഡ് നമ്മൾ നേരത്തെ പഞ്ചിങ് സ്റ്റാമ്പ് യൂസ് ചെയ്ത് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ള ഫ്ലവേഴ്സ് നമ്മൾ ആ സർക്കിൾ ചുറ്റും ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ ഞാൻ റെഡും ആൻഡ് വൈറ്റ് ഫ്ലവേഴ്സാണ് കേട്ടോ ഇവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. ആൻഡ് നിങ്ങൾക്ക് ആ സർക്കിളിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും വിഷസ് എഴുതാം. അതുപോലെ തന്നെ നമ്മൾ ഉള്ളിൽ ഒട്ടിച്ച ആ ഒരു വൈറ്റ് A4 ഷീറ്റിലും കുറച്ച് വിഷസൊക്കെ എഴുതിയിട്ട് കൊടുക്കാവുന്നതാണ്. ആൻഡ് ഇതിൻ്റെ സൈഡിൽ നമ്മൾ ചെറുതായിട്ടൊരു ക്രിസ്മസ് ട്രീ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് വളരെ നന്നായിട്ട് പാളിപ്പോയിട്ടുണ്ട് കേട്ടോ. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനലി നമ്മൾ സ്റ്റിക്കേഴ്സാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. സോ നിങ്ങൾ പല വീഡിയോയിലും സ്റ്റിക്കർ ഉണ്ടാക്കുന്നത് കണ്ടുകൊണ്ടാണ് ഞാൻ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കാത്തത്. ആൻഡ് നിങ്ങൾക്ക് ഞാൻ ഉണ്ടാക്കുന്ന സ്റ്റിക്കർ വീഡിയോ വേണമെങ്കിൽ അതും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അങ്ങനെ അവസാനം നമ്മൾ ഉണ്ടാക്കിയ ബോക്സിൽ എല്ലാം ഇതൊന്ന് ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കിത് നിങ്ങളുടെ ക്രിസ്മസ് ഗിഫ്റ്റായിട്ട് ഫ്രണ്ടിന് കൊടുക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.